അനാമിക ഒരു പനിനീർ പൂവിൻ്റെ ശാലീന സൗന്ദര്യവും മുല്ലപ്പൂവിൻ്റെ മാനസിക സുഗന്ധവും പേറുന്ന ഒരു പാവം പെൺകുട്ടി മാത്രമായിരുന്നു എൻ്റെ മനസ്സിലവൾ. അതുകൊണ്ട് തന്നെ ആ കാത്തിരിപ്പ് എനിക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. ഒന്നും മൈൻഡ് ചെയ്യുമോളെ. ഒന്നുമില്ലെങ്കിൽ എത്ര നാളായി ഞാൻ പിന്നാലെ നടക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാ ഞാൻ കമ്മിറ്റഡ് ആണെന്ന്. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ എൻ്റെ കൂടെ 1 മണിക്കൂർ ഒന്ന് സ്പെയർ ചെയ്തുകൂടെ? ഓ ഇന്നെന്താ ലൈറ്റായേ? എന്തുപറ്റി? ആ രാജേഷിന്റെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല. ഇന്ന് എന്നോട് വളരെ ചീപ്പായ ഭാഷയിൽ അയാൾ സംസാരിച്ചു. അത് ഞാൻ ഡീൽ ചെയ്തോളാം. ബി ചിയർ അപ്പ്. മനസ്സിലായി. ഇതൊന്നും ഇവിടെ വേണ്ട, അങ്ങ് വീട്ടിൽ മതിയിട്ടാ. പോയി എന്താ നീ എന്താ പെമ്പിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ല? നീ ആരാടാ? ചോദിക്കാൻ അവകാശം ഉണ്ടായിട്ടാ ചോദിച്ചേ. ചെലക്കല്ലേ, നീ മാറിയിക്കടാ. എന്താ പ്രശ്നം ചേട്ടാ? ജീവന്മാര് കാരണം പെമ്പിള്ളേർക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല. പോയെ നീ പോയ മോനെ, നീ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുത്. പോടാ. സാർ കീ എല്ലാം കാണിച്ചോ? സാർ. ആ ദീപു, അനാമികയോട് ഒന്ന് വരാൻ പറയൂ. ഓക്കെ സാർ. സാർ. ഞാൻ 2 ദിവസത്തിന് ഇവിടെ കാണില്ല. ശരി സാർ. വ്യാപാരി വ്യവസായയുടെ മീറ്റിങ്ങിന് പോവാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. ഓക്കെ സാർ. ശരി, പൊക്കോളൂ.
ഇനി നിന്റെ കാര്യം കഷ്ടത്തിലാണ് മോളെ. മാഡം കൊള്ളാലേ, സെറ്റപ്പാണ്, പ്രതീക്ഷിച്ചില്ല. എന്താണ് അവിടെ? സാർ അത് വാട്ട്? അനാമിക മാഡം നെറ്റില് വിട്ടോ. അത് പക്ഷേ എന്നെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. എന്നിലെ സ്വാർത്ഥനായ വെറും പുരുഷന്റെ അപക്വത മാത്രമാണ് അസ്വസ്ഥത എന്ന് ഞാനപ്പോൾ തിരിച്ചറിഞ്ഞില്ല. അമ്മേ, അയ്യോ, എന്തു പറ്റി മോനെ? അയ്യോ, ആരെങ്കിലായിട്ട് നീ വഴക്കുണ്ടാക്കിയോ? ഇത്രയും പിഴച്ച പെങ്ങന്മാര് വീട്ടിലുണ്ടാകുമ്പോ നാട്ടുകാരായിട്ട് തല്ലിവിടാനുള്ള നേരം ഉണ്ടാവുള്ളൂ. എന്താടി ഒരുമുട്ടോളെ നീ കാട്ടിയത്? ഇവളുടെ ഉടുതുണിയില്ലാത്ത ഫോട്ടോ നെറ്റിൽ വന്നിരിക്കുന്നു. എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കേക്കണേ? എടി, ഇതിലും ഭേദം ഞങ്ങൾക്ക് ഇത്തിരി വിഷം തരായിരുന്നു. അമ്മേ, നിങ്ങളെ കൂടെ ഇങ്ങനെ പെരുമാറിയല്ലോ. അതെന്റെ ഫോട്ടോ അല്ല ഏട്ടാ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഏട്ടന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ കണ്ടതോ അത് നീ തന്നെ. പൊയ്ക്കന്നെ മുന്നീന്ന്. എന്റെ ഭഗവതി, എന്റെ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോ ഇവള്. അച്ഛാ, അച്ഛാ, അച്ഛനറിയാം, അച്ഛന്റെ മോളെ. ഇത് ചെയ്തവനെ ആരായാലും ദൈവം അവനെ ശിക്ഷിക്കും. പക്ഷെ അച്ഛന്റെ മോളുടെ ജീവിതം പോയല്ലോ. അത് മാത്രം അച്ഛന്റെ സങ്കടം. എങ്ങനെ പ്രതികരിക്കണമെന്നറിയാത്തതായിരുന്നു അപ്പോഴെന്റെ മാനസിക പ്രശ്നം. ചേച്ചേ, പിക്ക് പൊളിച്ചുട്ടാ. ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചു. എന്റെ പേര് വിശാഖൻ. ഞാൻ തന്നോട് പേര് ചോദിച്ചു. ദേ, വേലതരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. ഒന്ന് പോടി. നിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് എനിക്കറിയാം. നിന്റെ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ അത് പറയാം. ദോ, ഏയ്, ഏയ്.
14-ാം തീയതിയിലെ പരിപാടിക്ക് ഞാനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്താണ് സർ? നമുക്ക് ഒരുമിച്ചങ്ങ് പോയി കളയാം. ഹേ, ഒരു 2 ദിവസം നമുക്കങ്ങ് അടിച്ചു പൊളിക്കാന്നേ. ഓക്കെ അല്ലേ? വാട്സാപ്പിൽ പുലിയാണ് കേട്ടാ. കണ്ടാൽ അറിഞ്ഞൂടെ? പുലിയല്ല, പേടമാന. നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യണം മാഡം. ഒടുവിൽ ഞാൻ എൻ്റെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറന്നു. നീ തെറ്റുകാരിയാവാം, ആവാതിരിക്കാം. പക്ഷേ നിന്നെ ചുമന്നുകൊണ്ട് ഒരു കോമാളിയെ പോലെ ഈ സമൂഹത്തിന് മുന്നിലൂടെ നടക്കാൻ ഇനി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എടാ, നിന്റെ പെണ്ണത് വീണ്ടും നെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കണു. വാട്ട്? ഞാൻ അനാമിക. മുഖം മനസ്സിലായോ? എങ്ങനെ? മുഖത്തേക്കാൾ കൂടുതൽ എൻ്റേതെന്ന് സങ്കല്പിച്ചെടുത്ത ശരീരമല്ലേ നിങ്ങളുടെ ഓർമ്മയിൽ തെളിയുക? ആദ്യമേ തന്നെ ഞാനൊന്ന് പറയാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പരമപുച്ഛാണ്. ടെക്നോളജി ഇത്രയേറെ വളർന്നു കഴിഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ നെറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ ശരീരങ്ങൾ അവയുടെ മുകളിൽ കാണുന്ന ശിരസ്സുകളുടെ ഉടമസ്ഥരുടേതാകണമെന്നില്ലെന്ന നിസാര സത്യത്തെ ബോധപൂർവം മറന്നുകൊണ്ട് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്ന നിങ്ങളെപ്പോലുള്ളവർ സ്വന്തം പെങ്ങളെയും മകളെയും പീഡിപ്പിക്കാൻ മുതിരില്ലെന്ന് എന്താണ് ഉറപ്പ്? സ്ത്രീ അമ്മയാണ്, ശക്തിയാണ്, ദേവിയാണ് എന്നെല്ലാം ഉദ്ഘോഷിച്ച് ഒരു ചെറിയ പഴുത് കിട്ടിയാൽ അവളെ ചൂഷണം ചെയ്യാനും മാനസികമായി പീഡിപ്പിക്കാനും ശ്രമിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ അച്ഛൻ പ്രസവിച്ചതാണോ? സ്ത്രീയെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും മാനിക്കാനും കഴിയാത്ത സമൂഹമേ, ഇതാ കണ്ടോളൂ എൻ്റെ യഥാർത്ഥ ശരീരം. പണ്ട് കൗരവർക്ക് വിശ്വാസമാർജിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിന് സ്വന്തം അവതാര രഹസ്യം കാണിക്കേണ്ടി വന്നു. ഇതാ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഒരു സ്ത്രീക്കും അതേ ഗതി വന്നിരിക്കുന്നു. ഇതാ കണ്ടോളൂ എൻ്റെ യഥാർത്ഥ ശരീരം. ഇനി പറയൂ, ഈ ശരീരമാണോ ഇത്രയും നാൾ നെറ്റിലൂടെ നിങ്ങൾ കണ്ടതും ആസ്വദിച്ചതും? ഇപ്പോൾ എൻ്റെ യഥാർത്ഥ ശരീരം ഞാൻ നിങ്ങൾക്ക് പരസ്യമായി കാണിച്ചു തന്നു. ഇനി ഇതിന്റെ പേരിൽ എന്നെ ഹരാസ് ചെയ്യാൻ ഗഡ്സ് ഉള്ളവർ എൻ്റെ അടുത്തേക്ക് വാ. ഇത്രയും വലിയ സാഹസത്തിന് അവളെ പ്രേരിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞാനായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം. മോളെ മോളെ എങ്ങോട്ടാ? എന്റെ വിഷമം കൊണ്ട് ഞാനന്ന് അങ്ങനെ പറഞ്ഞതാ. അമ്മയും അമ്മയെപ്പോലുള്ളവരും ഒരു പ്രധാന കാര്യം സൗകര്യപൂർവ്വം മറന്നു. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ
ഏറ്റവും അടുത്ത കൂട്ടുകാരി അവളുടെ അമ്മയായിരിക്കണം. അവളുടെ ഏത് പ്രശ്നവും ആദ്യം തിരിച്ചറിയുന്നതും ഉൾക്കൊള്ളുന്നതും അമ്മയായിരിക്കണം. അത് യഥാസമയം കിട്ടാത്തത് കൊണ്ടാണ് ആരുടെയെങ്കിലും ചതിക്കുഴികളിൽ വീഴുന്ന പെൺകുട്ടികൾക്ക് തിരിച്ചു വീട്ടിലേക്ക് ഓടിയെത്താൻ തോന്നാത്തത്. അച്ഛാ, മോളെ, അച്ഛനെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആത്മഹത്യ ചെയ്യാതിരുന്നത് അച്ഛൻ വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഒരു ലേഡീസ് ഹോസ്റ്റൽ എനിക്ക് ധാരാളമാണ് അച്ഛാ. അച്ഛൻ്റെ മോളെ നന്നായി വരും മോളെ. അച്ഛാ, സോറിടാ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടപ്പോൾ ഞാൻ അന്ന് അങ്ങനെ വിവാഹം നിശ്ചയിക്കാൻ അച്ഛനോട് പറയാനാ ഞാൻ വന്നത്. അതിൽ തന്നെ പോലുള്ള ഒരു പുരുഷനെ ഏത് പെണ്ണിന് വേണം? ആപത്ത് വരുമ്പോ കൂടെ നിൽക്കുന്ന പുരുഷനെ മാത്രമേ പെണ്ണ് ആഗ്രഹിക്കുന്നുള്ളൂ. ശരി. പുരുഷ സമൂഹത്തെ ഒന്നാകെ ലജ്ജിപ്പിച്ചുകൊണ്ട് അനാമികയായി മാറിയപ്പോൾ ഞാൻ അറിഞ്ഞു, അനാമികയാണ് പെണ്ണ്. അത്തരം പെണ്ണിനെയാണ് പുരുഷൻ ആവശ്യം. കാത്തിരിക്കും, അവൾക്ക് വേണ്ടി ഈ ജീവിതകാലം മുഴുവൻ ഞാൻ കാത്തിരിക്കും. ഞാൻ പക്ഷേ നിങ്ങളുടെ സഹതാപം അർഹിക്കുന്നില്ല. എന്നിലൂടെ നിങ്ങളെ തിരിച്ചറിയാനല്ലേ ബാധ്യസ്ഥരായിരിക്കുന്നത്.